നമസ്കാരം, മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വീതി ലക്കം 2023 ഓഗസ്റ്റ് 19 ഡിഗ്രി ലെവൽ മെയിൻസ് മുൻകാല ചോദ്യങ്ങൾ. യുനെസ്കോ ലോക പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി സ്ഥാനം കണ്ടെത്തിയ താജ്മഹൽ ആണ്. 2. പാരിസ്ഥിതികവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ള മിക്സഡ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കേന്ദ്രം മാത്രമാണുള്ളത്. 3. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരം ജയ്പൂർ ആണ്. മുകളിൽ നൽകിയവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ബി, 2 മാത്രമാണ് ശരിയായ പ്രസ്താവന. പാരിസ്ഥിതികവും സാംസ്കാരികവുമായി പ്രാധാന്യമുള്ള മിക്സഡ് കാറ്റഗറിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കേന്ദ്രം മാത്രമാണുള്ളത്. 1972 നടന്ന യുനെസ്കോയുടെ കൺവെൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് ആണ് ലോകരാജ്യങ്ങളിലെ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1972 നടന്ന യുനെസ്കോയുടെ കൺവെൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് ആണ് ലോകരാജ്യങ്ങളിലെ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾ, ഇവ കൂടിച്ചേർന്ന മറ്റുള്ളവ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പൈതൃക കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ, പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾ, ഇവ കൂടിച്ചേർന്ന മറ്റുള്ളവ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പൈതൃക കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 40 പ്രദേശങ്ങൾ, സ്മാരകങ്ങൾ പൈതൃക പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 32 എണ്ണം സാംസ്കാരിക പ്രാധാന്യമുള്ളതും 7 എണ്ണം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും 1 ഇവ കൂടിച്ചേർന്ന മിക്സഡ് കാറ്റഗറിയിൽ പെട്ടതുമാണ്. ഇന്ത്യയിൽ നിന്നും 40 പ്രദേശങ്ങൾ, സ്മാരകങ്ങൾ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇവയിൽ 32 എണ്ണം സാംസ്കാരിക പ്രാധാന്യമുള്ളതും 7 എണ്ണം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും 1 ഇവ കൂടിച്ചേർന്ന മിക്സഡ് കാറ്റഗറിയിൽ പെട്ടതുമാണ്. 1983 ആഗ്ര കോട്ടയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. രാജാ ബാദൽ സിംഗ് നിർമ്മിച്ച ബാദൽഗഡ് കോട്ട നിലനിന്ന സ്ഥലത്താണ് ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് 1983 തന്നെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അജന്ത ഗുഹകൾ. 1983 ആഗ്ര കോട്ടയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. രാജാ ബാദൽ സിംഗ് നിർമ്മിച്ച ബാദൽഗഡ് കോട്ട നിലനിന്ന സ്ഥലത്താണ് ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ് 1983 തന്നെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അജന്ത ഗുഹകളും. കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ച സപ്താത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലും 1983 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. 1632 പണി ആരംഭിച്ച താജ്മഹൽ പൂർണ്ണതോതിൽ പൂർത്തിയായത് 1653 കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളി എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ച സപ്താത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലും 1983 ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. 1632 പണി ആരംഭിച്ച താജ്മഹൽ പൂർണ്ണതോതിൽ പൂർത്തിയായത് 1653. മിക്സഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേയൊരു കേന്ദ്രമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. 2016 ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. സിക്കിമിലെ ഈ ദേശീയോദ്യാനം രാജ്യത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. മിക്സഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേയൊരു കേന്ദ്രമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. 2016 ഇത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. സിക്കിമിലെ ഈ ദേശീയോദ്യാനം രാജ്യത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കുകളിൽ ഒന്നാണ്. 2017 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരമായി മാറിയത് അഹമ്മദാബാദാണ്. 2017 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്. 2019 ഇന്ത്യയുടെ പിങ്ക് സിറ്റിയായ ജയ്പൂർ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം കണ്ടെത്തി. 15-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ അഹമ്മദ് ഷാ ആണ് അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചത്. മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ജയ്പൂർ നഗരത്തിന്റെ സ്ഥാപകൻ. 2017 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദ് മാറി. 2019 ഇന്ത്യയുടെ പിങ്ക് സിറ്റിയായ ജയ്പൂർ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം കണ്ടെത്തി. 15-ാം നൂറ്റാണ്ടിൽ സുൽത്താൻ അഹമ്മദ് ഷാ ആണ് അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ചത്. മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ജയ്പൂർ നഗരത്തിന്റെ സ്ഥാപകൻ. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ്? ഉത്തരം ലോസ് ആഞ്ചലസ്. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ്?
ഉത്തരം ലോസ് ആഞ്ചലസ്. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? ലോസ് ആഞ്ചലസ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായ പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന PT ഉഷ 1964 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്ത് ജനിച്ചത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച വനിതാ ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായ പിലാവുള്ളക്കണ്ടി തെക്കേപ്പറമ്പിൽ ഉഷ എന്ന PT ഉഷ 1964 കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്ത് ജനിച്ചത്. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നീ വിശേഷണങ്ങളിൽ PT ഉഷ അറിയപ്പെട്ടു. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നീ വിശേഷണങ്ങളിൽ PT ഉഷ അറിയപ്പെട്ടു. 1980 തൻ്റെ 16-ാം വയസ്സിൽ മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. 1980 തൻ്റെ 16-ാം വയസ്സിൽ മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. മികച്ച കോച്ചിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ആദ്യമായി നേടിയ OM നമ്പ്യാരായിരുന്നു ഉഷയുടെ പ്രധാന കോച്ച്. മികച്ച കോച്ചിനുള്ള ദ്രോണാചാര്യ പുരസ്കാരം ആദ്യമായി നേടിയ OM നമ്പ്യാരായിരുന്നു ഉഷയുടെ പ്രധാന കോച്ച്. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് സെക്കൻഡിൻ്റെ 100ാംശത്തിന് PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. 400 മീറ്റർ ഹർഡിൽസിൽ 55.42 സെക്കൻഡിനാണ് ഉഷ ഫിനിഷ് ചെയ്തത്. 55.41 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത റൊമേനിയയുടെ ക്രിസ്റ്റീന കോജോക്കാരുവിനായിരുന്നു വെങ്കലം. 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലാണ് സെക്കൻഡിൻ്റെ 100ാംശത്തിന് PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടമായത്. 400 മീറ്റർ ഹർഡിൽസിൽ 55.42 സെക്കൻഡിനാണ് ഉഷ ഫിനിഷ് ചെയ്തത്. 55.41 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത റൊമേനിയയുടെ ക്രിസ്റ്റീന കോജോക്കാരുവിനായിരുന്നു വെങ്കലം. 1985 ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണവും 1 വെങ്കലവും സ്വന്തമാക്കിയ PT ഉഷ 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളിയും സ്വന്തമാക്കി. 1985 ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണവും 1 വെങ്കലവും സ്വന്തമാക്കിയ PT ഉഷ 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണവും 1 വെള്ളിയും സ്വന്തമാക്കി. 4 ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച PT ഉഷയെ കേരള കേന്ദ്ര സർവകലാശാലയും IIT കാൺപൂരും ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിരുന്നു. 4 ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച PT ഉഷയെ കേരള കേന്ദ്ര സർവകലാശാലയും IIT കാൺപൂരും ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിരുന്നു. 4 ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച PT ഉഷയെ കേരള കേന്ദ്ര സർവകലാശാലയും IIT കാൺപൂരും ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിരുന്നു. 1999 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറി ആയി തിരഞ്ഞെടുത്ത അവർ ആരംഭിച്ച ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ്. 1999 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി സെഞ്ച്വറി ആയി തിരഞ്ഞെടുത്ത അവർ ആരംഭിച്ച ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയാണ് PT ഉഷ. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ശരിയായത് 2019 വിവരാവകാശ ഭേദഗതി 2005 നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവയിൽ ഭേദഗതി വരുത്തി. 2019 വിവരാവകാശ ഭേദഗതി 2005 നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവയിൽ ഭേദഗതി വരുത്തി. ഇതാണ് ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമ ബിൽ ലോക്സഭയിൽ 2005 മെയ് 11 രാജ്യസഭയിൽ 2005 മെയ് 12 പാസ്സായത്. 2005 ജൂൺ 15 ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. വിവരാവകാശ നിയമ ബിൽ ലോക്സഭയിൽ 2005 മെയ് 11 രാജ്യസഭയിൽ 2005 മെയ് 12 പാസ്സായത്. 2005 ജൂൺ 15 ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, ശാസ്ത്ര സാമ്പത്തിക താൽപ്പര്യങ്ങൾ, കോടതി വിലക്കുള്ള കാര്യങ്ങൾ
ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്ന വിവരങ്ങൾ, സ്വകാര്യതയിൽ കടന്നുകയറുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ, കുറ്റവാളികളുടെ വിചാരണ, അറസ്റ്റ് എന്നിവ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം, ശാസ്ത്ര സാമ്പത്തിക താൽപ്പര്യങ്ങൾ, കോടതി വിലക്കുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും വ്യക്തികളുടെ ജീവനോ സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്ന വിവരങ്ങൾ, സ്വകാര്യതയിൽ കടന്നുകയറുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ, കുറ്റവാളികളുടെ വിചാരണ, അറസ്റ്റ് എന്നിവ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4 പൊതു അധികാരികളുടെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4 പൊതു അധികാരികളുടെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്തതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 14. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 4 പൊതു അധികാരികളുടെ കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 14. സെക്ഷൻ 12 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 12 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2019 ഭേദഗതി പ്രകാരം 2005 നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവയിലാണ് ഭേദഗതി വരുന്നത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റു കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുകയും കാലാവധി 3 വർഷമാക്കുകയും ചെയ്തു. 2019 ഭേദഗതി പ്രകാരം 2005 നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവയിലാണ് ഭേദഗതി വന്നത്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റു കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുകയും കാലാവധി 3 വർഷമാക്കുകയും ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ചൗരി ചൗര സംഭവം, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധത്തെ തുടർന്ന് മഹാത്മജി ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്ന് 1917 ജൂൺ 10 ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം വിജയമായി. രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധത്തെ തുടർന്ന് മഹാത്മജി ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്ന് 1917 ജൂൺ 10 ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം വിജയമായി. ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് പ്രസിദ്ധിയാർജിച്ച പ്രദേശമായ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽസ് മില്ലുകളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അവർ നടത്തിവരുന്ന സമരങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിയെക്കുറിച്ചും അനസൂയ ബഹനിൽ നിന്നും അറിഞ്ഞ ഗാന്ധിജി 1918 അഹിംസയിൽ അധിഷ്ഠിതമായ ഉപവാസ സമരം ആരംഭിച്ചു. ഒടുവിൽ മില്ലുടമകൾ ഒത്തുതീർപ്പിന് തയ്യാറായതോടെ സമരം വിജയം കണ്ടു. ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് പ്രസിദ്ധിയാർജിച്ച പ്രദേശമായ അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മില്ലുകളിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അവർ നടത്തിവരുന്ന സമരങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ കൂലിയെക്കുറിച്ചും അനസൂയ ബഹനിൽ നിന്നും അറിഞ്ഞ ഗാന്ധിജി 1918 അഹിംസയിൽ അധിഷ്ഠിതമായ ഉപവാസ സമരം ആരംഭിച്ചു. ഒടുവിൽ മില്ലുടമകൾ ഒത്തുതീർപ്പിന് തയ്യാറായതോടെ സമരം വിജയം കണ്ടു. നിസ്സഹകരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വരുന്ന വേളയിൽ 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീ വയ്ക്കുകയും 22 പോലീസുകാർ മരണപ്പെടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ച് വരുന്ന വേളയിൽ 1922 ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീ വയ്ക്കുകയും 22 പോലീസുകാർ മരണപ്പെടുകയും ചെയ്ത സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. സമരക്കാരുടെ അക്രമത്തിൽ മനം നൊന്ത് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു.
സമരക്കാരുടെ അക്രമത്തിൽ മനംനൊന്ത് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം ലാഹോറിൽ പാസാക്കി. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം ലാഹോറിൽ പാസാക്കി. 1929 ഡിസംബർ 31 ലാഹോറിലെ രവി നദിക്കരയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1929 ഡിസംബർ 31 ലാഹോറിലെ രവി നദിക്കരയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.